അച്ഛോ ഇവിടെ ഞായറാഴ്ച 3 കുർബാന ഉണ്ടായിരിക്കും അല്ലേ? ഇത് ചെറിയൊരു ഇടവകയാണ്. ഇവിടെ 2 കുർബാനയേ ഉള്ളൂ. നിങ്ങൾ എവിടുന്നാ? ഞാന് പറഞ്ഞാനം അൽഫോൻസാമയുടെ പള്ളി ഇടവക. ഞാൻ വലിയ പള്ളിയിൽ ഇപ്പൊ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ KSRTC ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്തായിട്ടാണ്? കണ്ടക്ടറായിട്ട്. വേറെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. അപ്പൊ ശരി അച്ഛ, കാണാം. അച്ഛൻ കുഴപ്പമില്ലല്ലേ? ഒരു പാവ അച്ഛൻ. റാഹലമ്മ സുന്ദരിയായിട്ടുണ്ടല്ലോ. അടിച്ചോണ്ട് ഞാൻ എന്ന് സുന്ദരിയാ, നീ എന്നെ ശ്രദ്ധിക്കാത്തോണ്ടാ കേട്ടോ. പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ എന്നാലും നമ്മുടെ പള്ളിയുടെ അത്രയും പോരാ. എന്നാ പിന്നെ പാലയില് 2 ഏക്കർ വെച്ചിട്ടെ പള്ളിക്കറി കൊടുത്താലോ? വേണ്ടേ? വേണ്ട വേണ്ടേ വേണ്ട. ഇവിടെയാണോ ഇറങ്ങണ്ടേ? ഇവിടെ അല്ലേ? ഇതാര്? ഗൗതമ സാറാ? എന്റെ പൊന്നു, ഇത് ആരെന്ന് നോക്കിയേ. എന്റെ ചെലപ്പ സാറേ ഗൗതമ സാറ്. എന്റെ പൊന്നു ഗൗതമ സാറേ, കേറങ്ങോട്ട്. സാറേ കേറ് സാറേ. വാ ഗൗതമ സാറേ, കേറങ്ങോട്ട്. എന്റെ സാറേ കേറ്, മഴ ചാറുന്നു. ഇങ്ങോട്ട് പനിയും പിടിച്ചു കിടക്കട്ടോ. ഇല്ലെന്നേ, കേറ്. എന്റെ ഗൗതമി സാറേ, എന്റെ ചെലപ്പ സാറേ ഗൗതമി സാറേ കേറുന്നില്ല. സീറ്റില്ല, ഞാൻ എന്റെ സീറ്റ് കൊടുക്കും. പിന്നല്ല അല്ല പിന്നെ ഒന്നിൽ കേറ്, അല്ലെ അങ്ങോട്ട് മാറ്. എനിക്ക് വായിരിക്കണമെന്ന് പറയിപ്പിക്കല്ല കേട്ടാ. കേറങ്ങോട്ട്. സാറേ വണ്ടി എടുക്ക്, അല്ലെ അങ്ങോട്ട് മാറ്, ഞാൻ എടുത്തോളാം. ഈ വണ്ടി എടുക്കാൻ സമയമായി. എന്നെ എടുക്കാറാവുമ്പോഴേ ഞാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തോ പരിപാടി? ഇനി എപ്പ എത്താനാ? ഇനി ഞാൻ എത്തിച്ച പോലെ. എനിക്ക് തൂക്കം ശരിയായില്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം വരികയില്ല. പയറെടുത്തേ കേട്ടാ 1 കിലോ. 1 കിലോ എടുത്തല്ലേ? ഞാൻ കിഴങ്ങ് വെക്കാൻ പറഞ്ഞല്ലോ ഏട്ടാ. കിഴങ്ങോ എവിടെ? ആയിരിക്കുന്ന എന്തോ പിന്നെ ഉടനെ എടുത്ത് മാറ്റില്ലേ? ഇതാ ഇതിന്റെ കുഴപ്പം. ഞാൻ എന്ത് തൂക്കാൻ തുടങ്ങിയാലും ഈ ഉരുളക്കിഴങ്ങ് ചാടി അത് കിഴങ്ങ് തനി ഉരുണ്ട് കയറി കാണുമല്ലേ? അതെ അതെ അതെ, ഉരുളക്കിഴങ്ങാണല്ലോ കൂടുതലുള്ള ഉരുളല്ലേ? ഇയാള് തരുന്ന മൊത്തം കള്ളത്തൂക്കുക. എന്റെ പൊന്നാശാനെ, ഈ കുഞ്ഞു വെറുതെ പറയുന്നതാ. എടോ, താൻ കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നോ? എവിടുന്ന്? എന്താ മോളെ പ്രശ്നം? ഇയാൾ എന്തെടുത്താലും കണ്ടോ കിഴങ്ങിൽ കാണോ? എന്റെ എടോ കൈ കയറി പിടിക്കും. പിന്നെ അതെ, താൻ എന്തിനാ പാവങ്ങളെ പറ്റി ജീവിക്കുന്നത്? പാവങ്ങളെ പറ്റി ഏതായാലും പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. ദൈവത്തെ ഓർത്ത് തന്നെ പിടിപ്പിക്കരുത്. എന്റെ മക്കളുള്ളത്തോളം കാലം ഞാൻ ഇത് ചെയ്യല. എന്നോട് ക്ഷമിക്കണം. പറ്റിയത് പറ്റി, ഇനി ഇത് ആവർത്തിക്കരുതോ. ഒരു കാര്യം ചെയ്യും, 1 കിലോ കിഴങ്ങെടുക്ക്. അയ്യോ, അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ഇയാളെ പോലീസ് ലഭിക്കണം. എന്റെ പൊന്നുമോളെ, ക്ഷമ പറഞ്ഞോണ്ട് വീരസ്യം പാടില്ല. അതെ, സ്നേഹമാണ് അഗ്രസാരം കൂടി എന്നല്ലേ. ഈ കിഴങ്ങിന്റെ കിഴങ്ങൊന്നും വേണ്ട. ആന്റി കൊണ്ട് വന്ന് വേറെ കട പറഞ്ഞുതരാം ഞാൻ. എനിക്ക് മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെമ്പിള്ളേരാൽ ഇങ്ങനെ വേണം, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. ആ ചെല്ല് കിഴങ്ങ് കിട്ടും. മോനെ കോരേ, ഇനി വന്നേടാ. എന്നാ മച്ചി? അതെ, ഒരു സൂത്രം തരാം, ഇങ്ങ് വാ. ഉണ്ണിയപ്പാ? അല്ലടാ, കിഴങ്ങാ. കിഴങ്ങാ? അതല്ലടാ, ഇത് കിഴങ്ങാന്ന്. അത് കൊള്ളാലോ. മോനെ അവിടെ ഇരുന്നേ, ഇതൊന്ന് ചേരണ്ടിക്ക്. പണി അറിയാമോ? ഇതൊക്കെ ഞാനാണ് ചെയ്യണ്ടേ? ആണുങ്ങളായല്ലേ കുറച്ച് പാചകമൊക്കെ അറിഞ്ഞിരിക്കണം. വരുന്ന പെങ്കൊച്ചെ തോപ്പിക്കാൻ ശ്രമിച്ചാലും തോക്കാൻ പാടില്ല. അതിന് ഞാൻ തോക്കേലല്ലോ. എന്റെ കൂടെ റാഹേലും. ഞാൻ എത്ര കാലം കാണുവാടാ മോന്റെ കൂടെ? ജീവിതകാലം മൊത്തം. അപ്പൊ എനിക്ക് അങ്ങേറെ അടുത്ത് പോണ്ടേ? എന്റെ അപ്പൻ എവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ. ഇവിടെ നാട്ടുകാർക്കോ സമാധാനമില്ല. നീ എന്താ കുത്തി പറയുന്നവരുണ്ടല്ലോ. ഞാൻ ഏത് നാട്ടുകാർക്കാണ് സമാധാനം കൊടുക്കാത്ത? എന്റെ റാഹേലമ്മ ഇവിടെയും ചട്ടമ്പിത്തരം തുടങ്ങിയെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ടേ. ഓഹോ, അത് നിന്റെ ചെവിയിലെത്തിയോ? ദേ, സാധാരണ മക്കളാണ് വീട്ടുകാരെ പറയിപ്പിക്കുന്നത്. എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ. എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളത് കേട്ടല്ലോ. നീ ആരാടാ എന്റെ നിരക്കൈ ചൂടാ? എന്നെ പരിപ്പിക്കോടാ, പരിപ്പിക്കോടാ. ഏതോ ഒരു കിഴങ്ങന്റെ. എന്നാലേ ആ കിഴങ്ങനുണ്ടല്ലോ, ഈ വീടിന്റെ ഉടയോൻ ചാക്കോച്ചന്റെ ബന്ധുവാ. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മള് വാടക കൊടുത്തിട്ടല്ലേ ഇവിടെ താമസിക്കുന്നത്? പിന്നെ കൊടുക്കാതെ. അല്ലാതെ മരിച്ചുപോയ എന്റെ അപ്പം മാത്തച്ചാന്റെ പറമ്പിലല്ല നമ്മുടെ ഈ കൂര വെച്ചേക്കുന്നത് കേട്ടല്ലോ. ഇങ്ങനെ നടക്കുക. എടാ, നീ ഇതികേട് കണ്ടാലേ ഈ റാഹേൽ പ്രതികരിക്കും. അല്ലാത്തവർക്കേ ഒരു പേരുണ്ട്, അത് നിന്നോട് വേണ്ടി ഞാൻ പറയുന്നില്ല.
തൽക്കാലം കത്തി മാറ്റി വെച്ചേ. എന്റെ അമ്മേ. എഴുന്നേറ്റ് നീ എവിടെ ഇരുന്ന് അവിടെ പോയി ഇരിക്കും കേട്ടോ. പിന്നെ വന്നു കയറുന്ന പെങ്കൊച്ചെ നിന്റെ തലേ കയറുന്ന ഇറങ്ങുമ്പോഴേ നീ പഠിച്ചോളൂ. അത് ഞാനങ്ങ് എല്ലാരുമേ ഈ റാഹേലിനെ പോലെ പാവമായിരിക്കല്ലോ. പാവം, പാവം. പഞ്ചപാവം. തമാശക്കാരി. എന്റെ അമ്മോ. പാവം, പാവം, പാവേ. ഹായ്, ഗുഡ് മോർണിംഗ്. ആരാ മനുഷ്യ? മോളെ. ഹായ് ആന്റി. മോളുടെ ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്തല്ല, കുറച്ചങ്ങോട്ട് മാറിയ. മോള് പത്രം ഇടുന്നുണ്ടായിരുന്നല്ലേ? എന്റെ ഇവിടെ ഒരു പത്രം ഇടണേ. എനിക്ക് രാവിലെ കട്ടൻ ചായയുടെ പത്രം വേണം. അപ്പൊ ആന്റിക്ക് നാളെ മുതൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ചൂടുള്ള വാർത്തകൾ ഞാൻ എത്തിച്ചിരിക്കും. അതെ, ഈ ആന്റി വിളി വേണ്ട. എന്റെ പേര് റാഹേൽ. എല്ലാരും റാഹേലമ്മേന്ന് വിളിക്കും. മോക്ക് ഇഷ്ടമാണ് മോളെ റാഹേലമ്മേന്ന് വിളിച്ചത്. അപ്പൊ ശരി റാഹേലമ്മേ, ഇന്നത്തെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ ബാക്കിയുള്ള വീടുകളിൽ എത്തിച്ചില്ലെങ്കിൽ അവര് ചൂടോ. ഞാൻ പോട്ടെ. ശരി, എന്നാ ഇതായിരിക്കട്ടെ. ഞാന് ഇന്നാള് കണ്ട ജൗളിക്കടയിലോട്ട് പോവാം. നീ അങ്ങോട്ട് വാ. നിനക്ക് ചേരുന്ന ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. മോനെ, വണ്ടി എടുത്തോ. ഗുഡ് മോർണിംഗ്. ഇത് ഏറ്റവും മൂവ്മെന്റ് ഉള്ള സാധനമാണ്. ഗൗതമി, അതെ നാട്ടിലറിയപ്പെടുന്ന പാട്ടുകോഴിയാ. സൂക്ഷിച്ചു കൊണ്ടൊക്കെ പോണേ. കോഴി ഞാൻ കഴുത്തി വെച്ച് കൊല്ലും. ചേച്ചിക്ക് കിട്ടിയോ? വന്നോട്ടെ. എടാ ബിനീഷ്, വന്നേ. നീ ഇന്നലെ വന്ന സ്റ്റോക്ക് ചെക്ക് ചെയ്തായിരുന്നു? ഇല്ലല്ലോ. ചെല്ല് ചെല്ല്, ഉത്തരവാദിത്തം കുറഞ്ഞു വരുന്നുണ്ട്. പോ 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 പോ. ഒഴിവാക്കിയതാണ്. എന്താ എന്താ വിളിച്ചേ? ഗൗതമി, ഇവിടെ ജോലിയെല്ലാം സുഖമായിട്ട് പോകുന്നില്ലേ? കസ്റ്റമേഴ്സിനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ? കസ്റ്റമേഴ്സിനെ കൊണ്ടൊന്നും ശല്യമില്ല. അത് മതി. അതെ ഗൗതമി, കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി സ്വാധീനിക്കാൻ പഠിക്കണം. അല്ല പേടിക്കണ്ട, ആനന്ദേട്ടനില്ലേ ഇവിടെ, ഞാനെല്ലാം പഠിപ്പിക്കാം. ഞാൻ സാധാരണ MBA കഴിഞ്ഞ പിള്ളേരെയാണ് ഇവിടെ ജോലിക്ക് നിർത്താറ്. പിന്നെ കരുണേട്ടൻ കുട്ടിയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനന്തേട്ടൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പാവൻ ഞാൻ. താനിനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കാരണം എന്താ അനന്തേട്ടനില്ലേ ഇവിടെ? കുട്ടിക്ക് അറിയോ, നന്മ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് അമ്മച്ചിയോ? മോൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അമ്മച്ചിക്ക് എന്താ വേണ്ട? എനിക്കൊരു ഷർട്ട് വേണം. ഞാൻ എടുത്തു തരാം. കസ്റ്റമർ നിൽക്കുന്ന കാണുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് എടുത്തു കൊടുക്കും ഗൗതമി. പോയി. ആർക്ക് വേണ്ടിയാ? എന്റെ മോന് വേണ്ടിയാ. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ബർത്ത്ഡേ. അപ്പൊ ട്രീറ്റ് ഉണ്ട്. തരാലോ. സൈസ് എത്രയാ? സൈസ് 42. മോന് എന്റെ സെലക്ഷൻ. അടിപൊളിയല്ലേ? ഞാൻ മോനൊന്ന് വിളിക്കട്ടെ, വരാന്ന് പറഞ്ഞു. വിളിച്ചോക്ക്. എന്റെ മോനെത്തി.
എന്നാ പേര്? സൗമ്യ. മോളെ ഇവിടുന്ന് കൊച്ചന്റെ അത് അവൾക്ക് വേറെ കസ്റ്റമർ വന്നിട്ട് അപ്പുറത്തോട്ട് പോയി. മേഡം ഇതല്ലേ സെലക്ട് ചെയ്തേ? ഇത് കൊള്ളാലോ. ആ ആ എത്രയായി? എത്രയായി? 920. ആ 920 അല്ലേ? ആയിട്ടുണ്ടേ. ഓക്കെ ശരി. അമ്മച്ചി നീ എന്തെങ്കിലും വേണോ? ആ. പിന്നെ എന്നാ നോക്കുന്നേ? ബാ. ഇതാര്? ഹലോ ഗൗതം സാറേ, വീട് എടുത്താണോ? നമുക്ക് ഇനി പടക്കൊക്കെ കാണാലോ അല്ലേ? മോനെ ആ പോയിട്ട് വരാം. ചായ ആ, ആ. എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചോണം. കൊടുത്തേക്കാം അമ്മച്ചി. ആ. അപ്പൊ ശരി എന്നാ. ഡാ, ആ ആ കൊച്ചു വന്നിട്ട് പോയോ? ദാ ഇപ്പൊ വന്നേച്ച് പോയുള്ളൂ. ആ എന്നാ അമ്മച്ചി? നീ പത്രം എടുത്തേക്കണേ, ഞാനിവിടെ വെച്ചേക്കാം. ആ നേരത്തെ ഇങ്ങ് വന്നേക്കണേ. ആ ശരി. എന്നാ പിന്നെ വണ്ടി ഓഫ് ചെയ്യേ. ഞാൻ തള്ളാം. കുറെ നേരമായിട്ട് ചലക്കാൻ കിട്ടും. എന്റെ കോൺസെൻട്രേഷൻ പോണും. ആ അങ്ങനെ വിട്ടു വിട്ടെ, ഞാനിപ്പോ വരാം. ആ, അവിടെ ചെല്ല്.